പുതുവർഷത്തിലും മണിപ്പൂരിൽ ആക്രമണം. വെസ്റ്റ് ഇംഫാലിൽ പുലർച്ചെ കുക്കി വിഘടനവാദികളാണ് ആക്രമണം നടത്തിയത്. ബോംബേറിലും വെടിവെപ്പിലും ആർക്കും പരിക്കുകളില്ല. മണിപ്പൂരിൽ ഈ വർഷം സമാധാനം പുനഃസ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി എൻ ബീരേൻ സിംഗ് ഇന്നലെ പറഞ്ഞിരുന്നു. നോബൽ മാരിക്കാരൻ ചേരുന്നു. നോബൽ, പുതുവർഷത്തിലും മണിപ്പൂരിൽ നിന്ന് കേൾക്കുന്ന വാർത്ത എത്ര ശുഭസൂചകമായ വാർത്തയല്ലല്ലോ നോബൽ. ഇന്നലെ ബീരേൻ സിംഗ് മാപ്പൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നും കൊണ്ട് ഒരു കാര്യവും ഉണ്ടായില്ല. പുതുവർഷത്തിലും വെടിയൊച്ച കേൾക്കാതെയല്ല ഈ മണിപ്പൂർ താഴ്വര ഉണർന്നിരിക്കുന്നതല്ലേ നോബൽ? നോബലിനൊരു ഹാപ്പി ന്യൂ ഇയർ. അരുൺ, ഹാപ്പി ന്യൂ ഇയർ. എന്താണെങ്കിലും താങ്ക് യു. മണിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ മുഖ്യമന്ത്രി എൻ ബീരേൻ സിംഗ് കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് മാപ്പ് പറയുകയും അതോടൊപ്പം തന്നെ പശ്ചാത്താപം രേഖപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ഈ 2025 അവിടെ സമാധാനം പുനഃസ്ഥാപിക്കുമെന്ന് വ്യക്തമാക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്താണെങ്കിലും അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും സംഘർഷങ്ങൾ മണിപ്പൂരിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ രാത്രി പുലർച്ചെ 1 മണിക്കാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. വെസ്റ്റ് ഇംഫാലിലേക്ക് കാംപോപ്പിയുടെ കുന്നുകളിൽ നിന്ന് കുക്കിയുടെ വിഘടനവാദികൾ വെടിവെക്കുകയും അതോടൊപ്പം ബോംബെറിയുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ പോലീസ് അടക്കം വ്യക്തമാക്കുന്നത്. ഇതിൽ ആർക്കും പരിക്കില്ല എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ നിരവധി റൗണ്ട് അവർ വെടിവെച്ചു എന്ന് പോലീസും അതോടൊപ്പം മറ്റ് സൈനിക വൃത്തങ്ങളും സൂചന നൽകുന്നു. അതുമായി ബന്ധപ്പെട്ട മറ്റ് പരിശോധനകൾ അതോടൊപ്പം കൂടുതൽ സേനയുൾപ്പെടെ ഈ മേഖലയ്ക്ക് വിന്യസിച്ചിട്ടുണ്ട്. ആർക്കും ആളപായമില്ല എന്ന് മാത്രമാണ് നിലവിൽ ആശ്വാസം. സംസ്ഥാനത്ത് ഇപ്പോഴും ക്രമസമാധാനം ഒരു തരത്തിലും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് പുതുവർഷത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ ആക്രമണം എന്ന് വിലയിരുത്തേണ്ടി വരും. കഴിഞ്ഞ ദിവസങ്ങളിൽ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ ബീരേൻ സിംഗ് മാപ്പൂറയൊക്കെ ചെയ്തെങ്കിൽ പോലും ഇത്തരത്തിൽ സംഘർഷങ്ങൾ തുടരുന്നത് സംസ്ഥാനത്തെ സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കുന്നതിന് വലിയ തിരിച്ചടിയാണ് എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. കുക്കി മെയ്തി വിഭാഗങ്ങൾ 2 ഭാഗങ്ങളായി ഇപ്പോഴും നിൽക്കുന്നു. ആ സ്റ്റേറ്റിനെ കൃത്യത്തിൽ 2ആയി വിഭജിച്ചുകൊണ്ടാണ് ഈ കുക്കി മെയ്തി വിഭാഗങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത്. പരസ്പരം കാണാൻ പോലും 2 കൂട്ടരും ആഗ്രഹിക്കുന്നില്ല. കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ വെടിവെപ്പും അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള ആക്രമണങ്ങളുമാണ് സംസ്ഥാനത്ത് നടക്കുകയും ചെയ്യുന്നത്. 2025 സമാധാന സംസ്ഥാനത്ത് പുനഃസ്ഥാപിക്കാൻ കഴിയുമോ എന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുന്ന മുഖ്യമന്ത്രിക്ക് എന്താണെങ്കിലും കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടാകുന്ന ഈ ആക്രമണങ്ങൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ മുഖ്യമന്ത്രി എൻ ബീരേൻ സിംഗ് മാപ്പ് പറഞ്ഞെങ്കിലും രാഷ്ട്രീയ വിവാദവും മണിപ്പൂരുമായി ബന്ധപ്പെട്ട് അവസാനിക്കുന്നില്ല എന്ന് എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി മാപ്പ് പറഞ്ഞു, ഇനിയിപ്പോൾ പ്രധാനമന്ത്രി എന്നീ വിഷയത്തിൽ മാപ്പ് പറയും, മണിപ്പൂരിലെ കലാപങ്ങളിൽ മാപ്പ് പറയുമെന്ന ചോദ്യമാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് ഉയർത്തുന്നത്. അത്തരത്തിൽ ഒരു വശത്ത് ഈ ആക്രമണങ്ങൾ തുടരുകയും 2025 മണിപ്പൂർ സംഘർഷഭരിതമാകുമെന്ന സൂചനകൾ വരികയും ചെയ്യുന്നു. അതേസമയം മറുവശത്ത് രാഷ്ട്രീയ വിവാദം ഇതിൻ്റെ അകത്ത് അവസാനിക്കാതെ തുടരുകയും ചെയ്തു. മോദിയുടെ സന്ദർശനം ഉൾപ്പെടെ ഉണ്ടാകാത്ത പശ്ചാത്തലമൊക്കെ ഇപ്പോഴും കോൺഗ്രസ് ചോദ്യം ചെയ്യുന്നുണ്ട് എന്നാണ് മണിപ്പൂരിന്റെ ഒരു സവിശേഷത. അരുൺ, 19 മാസമായി, താങ്ക് യു നോബൽ, 19 മാസമായി മണിപ്പൂരിൽ സമാധാനം വന്നിട്ട് ആ മണിപ്പൂർ താഴ്വര ആകെ ആശങ്കയിലാണ്. കുക്കിയിലെയും മെയ്തിയിലെയും വിഭാഗങ്ങൾ തമ്മിൽ പരസ്പരം കണ്ട തോക്കെടുക്കുക, വെടിവെച്ചു, ടിഷ്യൂ ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളങ്ങനെ പറഞ്ഞെങ്കിലും ചെറുതല്ല കേട്ടോ. 280 പേരുടെ ജീവനാണ് മണിപ്പൂരിൽ മാത്രം നഷ്ടപ്പെട്ടത്. ആയിരക്കണക്കിന് മനുഷ്യർ ഭവനരഹിതരായിത്തീർന്നു. അവർ പലായനം ചെയ്യേണ്ടി വന്നു. സ്ത്രീകൾക്ക് മാനം നഷ്ടപ്പെട്ടു. രാത്രിയിൽ സമാധാനത്തോടുകൂടി കിടന്നുറങ്ങാൻ പറ്റാത്തൊരു നാടായി മണിപ്പൂർ മാറി. 19 മാസമായിട്ട് ആ ബീരേൻ സിംഗ് ഒരു വാക്ക് പ്രതികരിച്ചില്ല. ഇന്നലെയാണ് വന്ന് മാപ്പ് പറഞ്ഞത്. ആ സ്ഥലത്തേക്ക് നമ്മുടെ പ്രധാനമന്ത്രി പോയിട്ടില്ല എന്നതാണ് കോൺഗ്രസിൻ്റെ വിമർശനം.